ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തൊഴിൽ വൈവിധ്യങ്ങൾ. വിവിധ തരം തൊഴിലുകളെക്കുറിച്ചും അതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും സ്കീംസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ വരുമാനം എന്താണെന്നാണ് പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. അപ്പോൾ എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ നമുക്ക് ലഭിക്കുന്ന പണമാണ് വരുമാനം. ഇനി ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ഒരു കവിതയാണ്. പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്ന NV കൃഷ്ണവാര്യർ എഴുതിയ ഒരു കവിത. ചിലപ്പോൾ ഇതിൽ നിന്ന് 3 അല്ലെങ്കിൽ 4 വരി തന്നിട്ട് ഇതാരാണ് എഴുതിയത് എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം: പഠിപ്പു തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പിന്നീടെന്തൊരു പണിക്കു പോകും നീ? ഉത്തരം: ഒന്നാമൻ കൃഷിക്കു പോകും ഞാൻ, കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്കു പോകും ഞാൻ. രണ്ടാമൻ പണം മുടക്കി കോടിക്കണക്കിനു കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടാമോ? മൂന്നാമൻ നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയനം ആരംഭിച്ചിടും. നാലാമൻ പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു പോയിൻ്റാണ് തൊഴിൽ. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. അപ്പോൾ എന്താ പറയുന്നത്, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കായികമായോ ഭൗതികമായോ, ഭൗതികം എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? കൂലിയായോ അല്ലെങ്കിൽ ശമ്പളമായിട്ടോ ആണ് തൊഴിലിന് കിട്ടേണ്ട പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. ഇനി കൂലി എന്താണെന്ന് നോക്കാം. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. അതായത് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണെന്ത്? കൂലി. പക്ഷേ ഇത് മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കും നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഒന്നെങ്കിൽ എത്രയെങ്കിലും ഒരു മണിക്കൂറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആയിട്ടാണ് കൂലി നൽകുന്നത്. അടുത്തത് ശമ്പളം. പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണെന്ത്? ശമ്പളം. അതായത് ഒരു മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. അല്ലാതെ കൂലി പോലെ മണിക്കൂറിൻ്റെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, ഒരു മാസ അടിസ്ഥാനത്തിലായിരിക്കും നൽകുന്നത്. ഇനി വരുമാന സ്രോതസ്സുകൾ എന്താണെന്ന് നോക്കാം. നമുക്ക് വരുമാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വിവിധ തരം തൊഴിലുകളിലൂടെ അല്ലേ? അപ്പോൾ കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് എന്ത്? വരുമാന സ്രോതസ്സുകൾ. അതായത് ഒന്നെങ്കിൽ അധ്വാനമായിരിക്കാം അല്ലെങ്കിൽ വസ്തുവകകളായിരിക്കും. ഇതിൽ നിന്നെല്ലാം വരുമാനം ലഭിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അടുത്തതായി ആസ്തികൾ എന്താണെന്ന് നോക്കാം. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ വീടോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, അതും അല്ലെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ആസ്തികൾ തന്നെയാണ്. ഇനി നോക്കുന്നത് വ്യത്യസ്ത തരം വരുമാന സ്രോതസ്സുകളെയും അതിൻ്റെ വരുമാനത്തെയുമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കൃഷി. കൃഷിയുടെ വരുമാനം എന്താണ്? കൃഷി ചെയ്താൽ വിളയാണ് കിട്ടുന്നത് അല്ലേ? അടുത്തത് തൊഴിൽ. തൊഴിലിൻ്റെ വരുമാനമാണ് കൂലി അല്ലെങ്കിൽ ശമ്പളം. ഇനി ബിസിനസ്, ലാഭം, ബാങ്ക് നിക്ഷേപം, പലിശ, ആസ്തികൾ, വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾ, ലാഭവിഹിതം. അടുത്ത പോയിന്റ് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. അതായത് ഒന്നെങ്കിൽ തൊഴിൽ ചെയ്തോ അല്ലെങ്കിൽ തൊഴിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മാർഗങ്ങളിലൂടെ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു? വരുമാനം ലഭിക്കുന്നു.
ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അടുത്തതാണ് കുടുംബ വരുമാനം. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. വ്യക്തിഗത വരുമാനം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വരുമാനം നേടുന്നുണ്ടാവും. അവരുടെ എല്ലാവരുടെയും കൂടി വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഇനി നോക്കാനുള്ളത് കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ എന്നീ 2 പോയിന്റ്സ് ആണ്. ആദ്യമായിട്ട് തന്നെ കാർഷിക തൊഴിലുകൾ. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് കാർഷിക തൊഴിലുകൾ എന്ന് പറയുന്നത്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി, അതായത് നാച്ചുറലായിട്ട് കിട്ടുന്ന വിഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇക്കണോമിക് റിവ്യൂ 2022-23 പറയുന്നതാണ്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. അടുത്തത് കാർഷികേതര തൊഴിലുകൾ. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. ഇനി എക്സാമ്പിൾസ് ആണ് പറയുന്നത്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് സ്വയം തൊഴിൽ എന്നാൽ എന്താണെന്നാണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് തന്നെ ഇതിൽ ചെറിയൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അതായത് ഇവിടെ ഒരു തൊഴിലുടമ ഉണ്ടായിരിക്കില്ല, മറിച്ച് ഒരു വ്യക്തി സ്വന്തമായിട്ടായിരിക്കും ഉപജീവനം നടത്തുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അതായത് ഒരു വ്യക്തി തന്നെ ഇവിടെ 2 ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഉടമസ്ഥതയും ചെയ്യുന്നുണ്ട്. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. പിന്നീട് പറഞ്ഞിരിക്കുന്നത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാരക്കടകൾ ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് എന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചില സ്വയം തൊഴിൽ പദ്ധതികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നും ഉള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത് കൈവല്യ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ശരണ്യ വനിതകൾ. ഒന്നുകൂടി നോക്കാം. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർ, കൈവല്യ ഭിന്നശേഷിക്കാർ, ശരണ്യ വനിതകൾ. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം. താങ്ക്